നമസ്കാരം. വേണ്ട ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് ഹൈക്കോടതിയുടെ ഗംഭീരമായ ഒരു അടി കിട്ടിയിട്ടുണ്ട്. ഇത്ര കാലം താൻ തന്നെ അതിൻ്റെ മേലെ ഇരുന്ന് അതിനെ ചവിട്ടി 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 താഴ്ത്തിക്കൊണ്ട് ഞാൻ തന്നെയാണ് അധികാരി, ഞാനാണ് ഇവിടെ അധികാരി, എല്ലാത്തിനും മേലാവി എന്നൊക്കെ പറഞ്ഞ് പാട്ടുമൊക്കെ പാടി നടന്ന നമ്മുടെ വെള്ളാപ്പള്ളി നടേശന് ഇപ്പോൾ കൃത്യമായി നെറുകം തലക്കിട്ട് തന്നെ അടി കിട്ടിയിരിക്കുകയാണ്. ആ അടി കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതി ഒരു ഉത്തരവിട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് SNDP യോഗത്തിൽ അംഗങ്ങളായിട്ടുള്ളവരുടെ വോട്ടർ പട്ടിക തയ്യാറാക്കണം. നമുക്കറിയാം, ഇതുവരെ പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുന്ന ഒരു ഊരാക്കുടുക്കിനകത്ത് നമ്മൾ ശ്രീനാരായണീയരെ എല്ലാം കൊണ്ടുവന്ന് ബന്ധിച്ചിട്ടിരിക്കുകയായിരുന്നു ഈ വെള്ളാപ്പള്ളി നടേശൻ. ഇതിനാണ് ഇപ്പോൾ ഹൈക്കോടതി കൃത്യമായി പണി കൊടുത്തിരിക്കുന്നത്. ഇനിയും ഞാനാണ് ഇവിടെ അധികാരി, എല്ലാവർക്കും മേലാവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാട്ടം പാടി നടക്കാരെന്നും വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഇനിയുള്ള കാലം കഴിയുമെന്ന് തോന്നുന്നില്ല. കൃത്യമായി ഒരു വോട്ടെടുപ്പ് നടക്കും. വെള്ളാപ്പള്ളി വിരുദ്ധരായിട്ടുള്ളവർ കൃത്യമായി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചുകൊണ്ട് ചെവിക്ക് പിടിച്ച് പുറത്തിരുത്തുന്ന സമയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അധിക കാലമൊന്നുമില്ല. റിസീവർ ഭരണം ഏകദേശം 1 മാസത്തോളം റിസീവർ ഭരണം ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ 1 മാസത്തിനുള്ളിൽ ഈ വോട്ടർ പട്ടിക വെറുതെ കുറച്ച് പേരുടെ പേര് കൊടുത്താൽ ഒക്കത്തില്ല. അതാണ് ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതിനകത്ത് കൃത്യമായി പേരുണ്ടാവണം, മേൽവിലാസം ഉണ്ടാവണം. അതും കൂടാതെ അവരുടെ ആധാറിൻ്റെയോ, അതായത് ഒരു ഐഡൻറ്റിറ്റി കാർഡ്, ഒരു തിരിച്ചറിയൽ രേഖ അതിനോടൊപ്പം ഉണ്ടാവുകയും വേണം. ഈ രീതിയിൽ വളരെ വ്യക്തമായ രീതിയിൽ സുതാര്യമായ തരത്തിൽ ഒരു വോട്ടർ പട്ടിക കൊണ്ടുവന്ന് കൊടുക്കുകയും വേണം. ഇതെല്ലാം 1 മാസത്തിനകത്ത് പൂർത്തീകരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ശക്തമായൊരു പട്ടികയുമായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ധൈര്യമുണ്ടോ വെള്ളാപ്പള്ളി നിങ്ങൾക്ക് എന്ന് ശ്രീനാരായണീയർ ഒന്നടങ്കം ചോദിക്കാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്നുമല്ല, വെള്ളാപ്പള്ളി തൊട്ടതെല്ലാം, സാധാരണഗതി പറയാറുണ്ട് തൊട്ടതെല്ലാം പൊന്നെന്ന്. ഇപ്പോൾ വെള്ളാപ്പള്ളി തൊട്ടതെല്ലാം കേസുകളാണ് എന്ന് നമുക്കറിയാം. ഇത്രയും കേസുകളുള്ള ഒരു മനുഷ്യന് എന്ത് യോഗ്യതയാണ് SNDP യോഗത്തിൻ്റെ തലപ്പത്തിരിക്കാൻ എന്ന് എല്ലാവരും ചോദിച്ചു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വ്യക്തമായ ഒരു രാഷ്ട്രീയ ബോധമില്ല. ഇവിടെ പിണറായി വിജയനെ തട്ടി തലോടി നിൽക്കുകയും പാർട്ടിയെ CPM പോലുള്ളൊരു പാർട്ടിയെ തള്ളിക്കളയുകയും, അതുകൂടാതെ സ്വന്തം മകനെ, ഇപ്പോൾ അദ്ദേഹം കേസിൽ പ്രതിയാണ്, അതായത് മൈക്രോ ഫിനാൻസ് കേസിൽ 2ാം പ്രതിയാണ്. അത് തന്നെയല്ല, കോളേജ് SN ട്രസ്റ്റിൻ്റെ ട്രെയിനിങ് കോളേജുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റ് വാറണ്ട് കൊണ്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആളിന്, അത് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കണ്ടറിഞ്ഞ കാര്യമാണ്. അപ്പം ഇതെല്ലാം കൂടി ഇങ്ങനെ തലയ്ക്ക് മുകളിൽ കേസുകെട്ടുകളായിട്ട് ഇങ്ങനെ നിരന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഗംഭീരമായ ഒരു താങ്ങ് കൊടുത്തിരിക്കുന്നത്. ഇത് വെറുതെയൊന്നുമല്ല. പ്രൊഫസർ MK സാനു, MK ശശീന്ദ്രൻ എന്നിവർ നൽകിയ ഹർജിയുടെ പേരിലാണ്, ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന തിരിച്ചറിയൽ രേഖ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പേരിൽ മാത്രമാണോ? അല്ല. അദ്ദേഹം ഈ ശ്രീനാരായണീയ അല്ലെങ്കിൽ SNDPയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടത്തിയിട്ടുള്ള നിയമനങ്ങൾ, അതിൻ്റെ പേരിൽ കുറേ കാശടിച്ചു മാറ്റുമെന്ന് നമുക്കറിയാം, അത് വേറൊരു കാര്യം. അത്തരത്തിലുള്ള നിയമനങ്ങൾ സകലതും റദ്ദാക്കണം. ഇനി മേലാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കയറി നിയമനം നടത്താൻ അനുവദിക്കരുത് എന്ന് ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഭാരവാഹികൾക്കെതിരെ ഞാനാണല്ലോ മേലാവി, അപ്പോൾ എനിക്ക് അച്ചടക്ക നടപടി സ്വീകരിക്കാമല്ലോ, ഈ രീതിയിൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നതിനെയും നിശിതമായി വിമർശിച്ചിട്ടുണ്ട് ഹർജിയിൽ. അതും നടപ്പിലായിട്ടുണ്ട്. അതായത് ഇപ്പോൾ അധികാരമൊന്നുമില്ലാത്ത, അവകാശങ്ങളൊന്നുമില്ലാത്ത വെറും ഒരു മനുഷ്യൻ മാത്രമായി വെള്ളാപ്പള്ളി നടേശൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പേരിനോടൊപ്പം സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന, SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആ ഒരു തലക്കെട്ട് അല്ലെങ്കിൽ ആ ഒരു വാലറ്റം എടുത്ത് കളയേണ്ടി വരും. അതൊരു പ്രയോജനവുമില്ലാതിരിക്കുകയാണ് ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ. കാര്യം അവകാശങ്ങളോ അധികാരങ്ങളോ എല്ലാം കോടതിയും ജനങ്ങളും, അതായത് ശ്രീനാരായണീയരും അത് കളഞ്ഞു കുളിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൻ്റെ ആവശ്യമില്ല വെള്ളാപ്പള്ളി നിങ്ങളെ എന്നാണ് അവരെല്ലാവരും ഐക്യകണ്ഠേന പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് നടക്കുമല്ലോ, തെരഞ്ഞെടുപ്പ് സുതാര്യമാകണം. അത് വേറൊരു പ്രശ്നമാണ്. പലപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രാതിനിധ്യ വോട്ടവകാശത്തിലൂടെ തനിക്കിഷ്ടമുള്ളവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇനി അതൊക്കെ അങ്ങ് മാറുകയാണ്. സംഭവം പിടിവള്ളി എല്ലാം വെള്ളാപ്പള്ളി നടേശൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇനി അതൊന്നും പറ്റത്തില്ല. ഇനിയിപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ ഉണ്ടാവും, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടത്തിനായിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി കുറച്ച് പേരുണ്ടാവും, ഒരു കമ്മിറ്റി ഉണ്ടാകും. അപ്പോൾ ഈ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ അവരെ സഹായിച്ചുകൊണ്ട് ഈ റിട്ടേണിംഗ് ഓഫീസറുടെ മേൽനോട്ടത്തിൽ ഈ പറയുന്ന കമ്മിറ്റിയിലുള്ള കുറച്ച് പേര്, അതായത്
സിനിൽ മുണ്ടപ്പള്ളി, എ സോമരാജ് ഇവരെ കൂടാതെ തന്നെ ഹർജിക്കാർ നിർദ്ദേശിച്ച ആൾക്കാരെയും ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ ഹൈക്കോടതി സമ്മതിച്ചിട്ടുണ്ട്. അതായത് അഡ്വക്കേറ്റ് ND പ്രേമചന്ദ്രനും PP മധുസൂദനനും ഇവരെ കൂടെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ കമ്മിറ്റി വിപുലപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടുകൂടി എല്ലാ പിടിവള്ളികളും അയഞ്ഞ് ആകെ നാശകോശയായി വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ കേസിൻ്റെ കാര്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു അറസ്റ്റ് വാറണ്ട് വന്ന് കിടപ്പുണ്ട്. അത് ശ്രീനാരായണ SN ട്രസ്റ്റിലെ ട്രെയിനിങ് കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറസ്റ്റ് വാറണ്ടാണ്. മകൻ തുഷാർ വെള്ളാപ്പള്ളി മൈക്രോ ഫിനാൻസ് കേസിലെ 2ാം പ്രതിയാണ്. അല്ല, വളരെ തുറന്നു ചോദിച്ചാൽ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ കുടുംബത്തിൽ കേസിൽ ഉൾപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉണ്ട് എന്നൊരു മറുപടി തരാൻ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഈ ജന്മം കഴിയുമെന്ന് ഇനിയും തോന്നുന്നില്ല. കാര്യം എല്ലാവരും കേസിൽ അകപ്പെട്ട് കഴിഞ്ഞു. നമുക്കറിയാം, വൃത്തികെട്ട നെറികേടിൻ്റെ രാഷ്ട്രീയം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അത് സത്യത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. അതായത് രണ്ട് വള്ളത്തിൽ ഒരു കാല് ഒരു വള്ളത്തിലും മറ്റേ വള്ളത്തിലും നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഞാൻ പരസ്യമായി CPM-നെ സപ്പോർട്ട് ചെയ്യുന്നു, പറച്ചിൽ മാത്രമേ ഉള്ളൂ, വാക്കുകളിൽ മാത്രം. അതേസമയം ഈ പറയുന്ന പോലെ രഹസ്യമായി BDJS ഉണ്ടാക്കിക്കൊണ്ട് സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഒത്താശ ചെയ്യുന്നു. അതായത് കുട പിടിച്ചു കൊടുക്കുന്നു എന്ന് പറയാം. RSSനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇവിടെ പിണറായി വിജയനെ പറയുന്നു, പാർട്ടിയെ തള്ളിക്കളയുന്നു. എന്നിട്ട് പറയുകയാണ്, ഞാനാണ് ഇവിടെ എല്ലാം നോക്കി നടത്തുന്നത്, ഞാൻ പറയുന്നിടത്ത് വോട്ട് ചെയ്യുന്നവരാണ് ശ്രീനാരായണീയർ. ചുമ്മാതാ, വെറുതെ പറയുന്നതാ ഇതൊക്കെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നിടത്ത് കുത്താനിരിക്കുന്നവരാണോ ശ്രീനാരായണീയർ എന്നടങ്കം? ഒരിക്കലുമല്ല. എന്നിട്ടും ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആൾ നെഞ്ചും വിരിച്ച് നടക്കുകയാണ്. ഞാനാണ് ഇവിടെ എല്ലാം ഉണ്ടാക്കിയെടുത്തത്, ഞാനാണ് ഇവിടെ അധികാരി, എല്ലാവർക്കും മേലാവി എന്നും പറഞ്ഞുകൊണ്ട് വെറുതെ നടക്കുകയാണ്. ഇനിയും അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. എല്ലാ പിടിവള്ളികളും പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഹൈക്കോടതിയും പറഞ്ഞു, കൃത്യമായ സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവണം. ആ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കണം. ആ വോട്ടർ പട്ടികയിൽ വോട്ട് ചെയ്യുന്ന SNDP യൂണിയനുമായി ബന്ധപ്പെട്ട യോഗവുമായി ബന്ധപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും പേരും മേൽവിലാസവും തിരിച്ചറിയൽ രേഖകളും ഉൾപ്പെടെ കൊണ്ടുചെന്നാൽ മാത്രമേ ഇനിയും സുതാര്യമായ ഒരു വോട്ടിംഗ് നടക്കുകയുള്ളൂ. അതെല്ലാം ഈ പറയുന്ന നടപടികളെല്ലാം SNDP യോഗം ചെയ്യേണ്ടത് കൃത്യമായി 1 മാസത്തിനകത്ത് സമയബന്ധിതമായി പൂർത്തിയാക്കി ഹൈക്കോടതിയെ അറിയിക്കണം. ആലോചിച്ച് നോക്കുക, ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന മഹത്തായ ആശയങ്ങളുടെ നമ്മളെ പഠിപ്പിച്ചു തന്ന ആ ഗുരുദേവൻ ഒരു വിളക്ക് കൊളുത്തി ഇവിടെ സ്ഥാപിച്ചെടുത്ത SNDP യോഗത്തിനെ ഈ ഒരു അവസ്ഥയിലേക്ക് കോടതിയിൽ വരെ കയറ്റിയതിന് ഉത്തരവാദി ആരാണ്? അതിൻ്റെ നടപടിക്രമങ്ങളെ കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത് ആരാണ്? സത്യത്തിൽ ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ, SNDP യോഗത്തിൽ നിന്ന് അനുഭവിക്കുന്ന അപജയത്തിൻ്റെ പ്രധാന കാരണക്കാരൻ ഈ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണെന്ന് നമുക്കറിയാം. അതിന് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ഭീകരമായ അവസ്ഥയാണ് എന്ന്. എത്രയോ മഹാരഥന്മാർ ഇരുന്ന ഒരു സ്ഥാനത്താണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആ വ്യക്തി ഇരിക്കുന്നത്. നമുക്കറിയാം, ഈ രീതിയിലെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഇരിക്കേണ്ട ഒരാളല്ല ആ സ്ഥാനത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് തന്നെയാണ് ഈ ശ്രീനാരായണ അതുമല്ലെന്നുണ്ടെങ്കിൽ ഈ SNDP യോഗത്തിൻ്റെ ഒരു അപജയത്തിന് കാരണമായി തീർന്നത്. ഇനിയും ആ SNDP യോഗത്തെ ഒരു അപജയത്തിലേക്ക് തള്ളിവിടാൻ ഈ നാട്ടിലെ ശ്രീനാരായണീയരാരും തന്നെ തയ്യാറല്ല. അവർക്ക് വേണ്ടതൊരു മാറ്റമാണ്, ശക്തമായൊരു നേതൃത്വമാണ് വേണ്ടത്. തങ്ങളെ ചൂഷണം ചെയ്യാത്ത, തങ്ങളെ കൊള്ളയടിക്കാത്ത, തങ്ങളുടെ പേരും പറഞ്ഞ് ഈ നാട്ടിൽ കള്ളത്തരം കാണിക്കാത്ത ഒരു സമീപനമുള്ള ഒരു നേതാവിനെയാണ് അവർക്ക് ആവശ്യം. അതുടൻ തന്നെ ഉദയം ചെയ്തു വരും. അങ്ങനെ ഒരു ഉദയമുണ്ടായി ആ SNDP യോഗത്തെ ശരിയായ ദിശാബോധത്തോടു കൂടി നയിക്കുക തന്നെ വേണം. അതാണ് എല്ലാ ശ്രീനാരായണീയരും ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.